അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, നൂറു സബാഹിന്റെ 4ാമത്തെ ക്ലാസ്സാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല എന്നെന്നും ഇത് നിലനിർത്തി കൊണ്ടുപോകാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതിനുള്ള ആരോഗ്യവും ആഫിയത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഇത് നിങ്ങൾ എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കണം. ഒരു നല്ല സൽക്കർമ്മമാണല്ലോ. അറിവ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഇബാദത്താണ്, അതൊരു പുണ്യമുള്ള കാര്യമാണ്. വലിയ പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കാൻ കഴിയുന്നതാണ്. അതോടുകൂടെ പ്രഭാത സമയമാണ്, ഒരുപാട് പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കാൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇന്ന് നാം നിങ്ങളോട് പറയാൻ പോകുന്നത്, ഇപ്പൊ തണുപ്പുള്ള സമയമാണല്ലോ അല്ലെ. സാധാരണ പ്രഭാതത്തിലൊക്കെ എഴുന്നേൽക്കാൻ വലിയ മടിയുള്ള ഒരു സമയമാണ്, കുട്ടികൾക്കും മറ്റുമൊക്കെ. വലിയ തണുപ്പാണ്. അപ്പോ ഈ സമയത്ത് നമ്മൾ പ്രഭാതത്തിൽ എഴുന്നേറ്റുകൊണ്ട് ഉളുവൊക്കെ എടുത്താൽ, അതുപോലെ എന്നിട്ട് നിസ്കരിച്ചാൽ, തഹജ്ജുദും സുബഹിയൊക്കെ നിസ്കരിച്ചാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. മഹാനായ മുസ്ലിം റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു, അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖാൽ, നബി തങ്ങൾ പറയാണ്, അലാ അദുല്ലുക്കും അലാ മാ യംഹുല്ലാഹു ബിഹി ഖതായ. അലാ അദുല്ലുക്കും, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. ഹബീബായ തങ്ങൾ ചോദിക്കുകയാണ്, മാ യംഹുല്ലാഹു ബിഹി ഖതായ, നിങ്ങളുടെ തെറ്റുകൾ അല്ലാഹു പുറത്തു നൽകുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ സഹാബത്തെ. സഹാബത്തിനോട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്. ആ സമയത്ത് മഹാന്മാരായ സഹാബത്ത് പറഞ്ഞു, അത് കാരണമായിട്ട് ഹബീബായ തങ്ങൾ വീണ്ടും പറയുന്നുണ്ട്, വയർഫഉ ബിഹി ദർജാത്ത്, നിങ്ങളുടെ ദർജ അത് കാരണമായിട്ട് ഉയരും, നിങ്ങളുടെ പദവികൾ ഉയരും. അത്രത്തോളം പുണ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ സഹാബത്തെ. ആ സമയത്ത് സഹാബത്ത് പറയുന്നു, ഖാലു ബലാ യാ റസൂലല്ലാഹ്, പറഞ്ഞു നൽകണം നബിയെ. അവർ സന്തോഷത്തോടു കൂടി പറയണം നബിയെ, അവർക്കത് ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്താലും നിങ്ങളുടെ തെറ്റുകൾ കുറുക്കും, അതുപോലെ നിങ്ങളുടെ ദർജകൾ ഇത് കാരണമായിട്ട് ഉയർത്താൻ കഴിയുമെന്നാണ്. ഒന്നാമത്തത് ഇസ്ബാഹുൽ വുളൂഇ അലാ മക്കാരി, നിങ്ങൾക്ക് പ്രയാസമുള്ള സമയത്ത്, വെറുപ്പുള്ള സമയത്ത് വുളൂ ചെയ്യുക. അതായത് ഈ പ്രഭാത സമയം, ഈ ഡിസംബർ മാസത്തിലെ പ്രഭാതമൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ തണുപ്പുള്ള, എണീക്കാൻ പ്രയാസമാണ്. അതോടുകൂടെ പ്രഭാതത്തിൽ എഴുന്നേറ്റുകൊണ്ട് ആ വുളൂ എടുക്കുമ്പോൾ വലിയ തണുപ്പും ബുദ്ധിമുട്ടുമാണ് അല്ലെ. ആ സമയത്ത് വുളൂ എടുക്കാനൊക്കെ വലിയ പ്രയാസമാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ വുളൂ എടുത്താൽ നിങ്ങളുടെ തെറ്റുകൾ അല്ലാഹു പുറത്തു നൽകുമെന്നാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ, ഒരിക്കലും സുബഹിന്റെ ആ സമയത്ത് എഴുന്നേൽക്കാൻ മടി കാണിക്കാൻ പാടില്ല. എത്ര തണുപ്പാണെങ്കിൽ നമ്മൾ എഴുന്നേൽക്കണം. അതിന് റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ വലിയ പ്രതിഫലം അള്ളാഹു നമുക്ക് വേണ്ടി കാത്തുവെച്ചിട്ടുണ്ട്. ഒരിക്കലും അത് നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. ആ പ്രഭാത സമയത്തൊക്കെ ഉളു കൊടുക്കുമ്പോൾ നമ്മുടെ തെറ്റുകൾ ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ആ ഉളുവിന്റെ വെള്ളം ഇങ്ങനെ തട്ടലോടുകൂടി ആ തെറ്റുകളൊക്കെ ഇങ്ങനെ അള്ളാഹു പുറത്തു നൽകുകയാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, എത്ര വലിയ മഹത്വമാണ്. നമ്മൾ എത്ര തെറ്റുകൾ ചെയ്യുന്നവരാ, എത്ര തെറ്റുകൾ നമ്മളിൽ നിന്ന് സംഭവിച്ചു പോകുന്നുണ്ട്. ദിവസവും ദൈനംദിനം നമ്മൾ എത്ര തെറ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ദിവസവും സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലമൊക്കെ ഒരുപാട് തെറ്റുകൾ നമ്മൾ സംഭവിച്ചു പോകുന്നുണ്ട്. രാവിലെ മുതൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ എത്ര തെറ്റുകളിലാണ് നമ്മൾ വ്യാപൃതരാകുന്നത്. നമ്മൾ എത്ര തെറ്റുകളിലേക്കാ, ഹറാമുകളിലേക്കാ നമ്മൾ നോക്കുന്നത്. അന്യ സ്ത്രീയിലേക്ക് നമ്മൾ നോക്കിയില്ലേ, അന്യപുരുഷനോട് നമ്മൾ സംസാരിച്ചില്ലേ, അന്യപുരുഷനിലേക്ക് നമ്മൾ നോക്കിയില്ലേ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം, എത്രത്തോളം തെറ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ദിവസവും ദൈനംദിനം നമ്മൾ ചെയ്തു പോകുന്നുണ്ട്. ഹറാമായ കാര്യങ്ങൾ നമ്മളെ നാവുകൾ കൊണ്ട് ഗൈബത്ത് പറഞ്ഞു, നമീമത്ത് പറഞ്ഞു, മറ്റൊരാളുടെ കുറ്റങ്ങൾ നമ്മൾ സംസാരിച്ചു, കുറവുകൾ നമ്മൾ നോക്കി. നമ്മൾ മനുഷ്യരെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, തെറ്റുകൾ നമ്മളിൽ നിന്ന് സംഭവിച്ചു പോകും, അത് സ്വാഭാവികമാണ്. ആ തെറ്റുകൾ പുറത്തു കിട്ടാൻ ഉതകുന്ന ഒരു കാര്യമാണ് ഈ വെറുപ്പുള്ള സമയത്ത്, പ്രയാസമുള്ള സമയത്തൊക്കെ ഉപ്പ് എടുക്കുക എന്ന് പറഞ്ഞാൽ. വുളൂഇന് വലിയ മഹത്വമുണ്ട്. നാളെ പടച്ച തമ്പുരാന്റെ പരലോകത്ത് കൈകാലുകളും മുഖവും ഒക്കെ വെളുത്തവരായിട്ട് നമ്മളെ കൊണ്ടുവരുമെന്നാണ്. അതിന് കാരണം എന്താണ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അത് വുളൂ ചെയ്തത് കാരണമായിട്ടാണെന്നാണ്. വുളൂ നിത്യമാക്കുന്നവരെ എന്താവും? നാളെ പരലോകത്ത് കൈകാലുകളും മുഖവും ഒക്കെ വെളുത്തവരായ നിലയിൽ കൊണ്ടുവരുമെന്നാണ്. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹു ഞങ്ങൾ ആ കൂട്ടർ ഉൾപ്പെടുത്തുന്ന റഹ്മാനെ. വുളൂ വലിയ മഹത്വമുള്ള കാര്യമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ അത് വിശദമായിട്ട് സംസാരിക്കാം. രണ്ടാമത്തെ കാര്യം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വകസറത്തുൽ ഖുത്താ ഇലൽ മസാജിദ്, പള്ളിയിലേക്കുള്ള ചവിട്ടടികൾ വർദ്ധിപ്പിക്കുക.
പള്ളിയിലേക്ക്, വിദൂരത്തുള്ള പള്ളിയിലേക്ക് എന്ത് ചെയ്യുക? നടന്നു പോവുക. അപ്പൊ നമ്മളെ തെറ്റുകൾ ആ ഓരോ ചവിട്ടടിക്കും പകരമായിട്ട് അള്ളാഹു പുറത്തു നൽകുമെന്നാണ്. നമ്മൾ എത്ര തെറ്റുകൾ ചെയ്തു, അത് ഓരോ ചവിട്ടടി വെക്കുമ്പോഴും ആ തെറ്റുകൾ ഇങ്ങനെ മാഞ്ഞു പോവുകയാണ്. അതൊക്കെ സുബഹിന്റെ സമയത്തൊക്കെ വിദൂരത്തുള്ള സ്ഥലത്തു നിന്നൊക്കെ പള്ളിയിലേക്ക് നടന്നു വന്നാൽ, ആ ജമാഅത്തിൽ പങ്കെടുക്കാൻ വേണ്ടി നടന്നു വന്നാൽ എന്ത് വലിയ പുണ്യമാണ്, എത്ര വലിയ മഹത്വമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് വിദൂരത്തുള്ള സ്ഥലങ്ങളിലൊക്കെ പള്ളിയിലേക്ക് നടന്നു വരിക. പരമാവധി വണ്ടിയൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇനി വൈകിയ സാഹചര്യത്തിലൊക്കെ വണ്ടി ഉപയോഗിച്ചൊന്നും കുഴപ്പമില്ല, എന്നാൽ നടന്നു വരുമ്പോൾ അതിന് വലിയ പ്രതിഫലമുണ്ട്, മനസ്സിലാക്കണം. അപ്പോ നടന്നു തന്നെ പള്ളിയിലേക്ക് വരാൻ ശ്രമിക്കുക. ഓരോ ചവിട്ടടിക്കും നമുക്ക് പ്രതിഫലമാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അടുത്തതായിട്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, വന്തിലാറു സ്വലാത്തി ബഅദ സ്വലാഹ്, ഒരു നിസ്കാര ശേഷം മറ്റൊരു നിസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുക. അത് നമ്മുടെ തെറ്റുകളൊക്കെ പൊറുപ്പിക്കാൻ കഴിയുന്ന, നമ്മുടെ ദർജകൾ ഉയർത്താൻ കഴിയുന്ന ഒരു നല്ല കാര്യമാണ്. ഒരു നിസ്കാര ശേഷം ളുഹ്ർ നിസ്കരിച്ചു കഴിഞ്ഞു, എന്നിട്ട് അസറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുക. അസറായോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ മഗ്‌രിബിയൊക്കെ നിസ്കരിച്ചു കഴിഞ്ഞാൽ അവിടെ ഇരുന്നുകൊണ്ട് ഖുർആൻ ഓതി ഇഷായിനെയും പ്രതീക്ഷിച്ചിരുന്നുകൊണ്ട് അവിടെ ഇരുന്നുകൊണ്ട് ഖുർആനും മറ്റു ദിക്റുകളും ഔറാദുകളൊക്കെ ആയിട്ടിരിക്കുക. ആ ഇഷാ മഗ്‌രിബിന്റെ ആ ഇടയിലുള്ള സമയം അതിപ്രധാനമായ സമയമാണ്, വലിയ മഹത്വമുള്ള സമയമാണ്. നമ്മുടെ വീട്ടിലും ഒക്കെ നമ്മുടെ മക്കളെ കൊണ്ടൊക്കെ ആ സമയത്ത് ഖുർആൻ ഓതിച്ച് നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യിക്കണം. അല്ലെങ്കിൽ ആ സമയം നമ്മൾ നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല പ്രിയപ്പെട്ടവരെ. ഉമ്മമാരെ പ്രത്യേകം അത് ശ്രദ്ധിക്കണം. ഈ പള്ളിയിൽ വരുന്ന ഉപ്പമാരാണെങ്കിൽ പള്ളിയിൽ വന്ന് മഗ്‌രിബ് നിസ്കരിച്ച് ഇശാ വരെ അവിടെ ഇരുന്ന് ഖുർആൻ ഓതി, എന്നിട്ട് എന്ത് ചെയ്യുക? ഇശാ നിസ്കരിച്ച് ഹദ്ദാദൊക്കെ കഴിഞ്ഞ് നല്ല റാഹത്തായിട്ട് വീട്ടിലേക്ക് മടങ്ങി പോവുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കാൻ കഴിയുന്ന, നമ്മുടെ ദർജകൾ ഉയർത്താൻ കഴിയുന്ന നല്ല കാര്യമാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ദുആയിലേക്ക് കടക്കാം. ഇലാ ഹദ്റത്ത് റൂഹി നബിയിനാ ഹബീബിനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ-ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലക് മിൻ ശർരി മാ ഖലഖ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അള്ളാഹു യാ റഹ്മാനെ, ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾ ദോഷികളാണ്. അള്ളാഹ് ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണേ. അള്ളാഹ് ഞങ്ങൾ ഓതിയ ഫാത്തിഹ, സൂറത്ത് ഇഖ്ലാസ്, മുഅവ്വദതൈനി നീ സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹു അതിന്റെ സവാബ് കാരണമായി ഞങ്ങളുടെ സകല പാപങ്ങളും നീ പൊറുക്കണേ. അള്ളാഹു യാ റഹ്മാനെ, ഞങ്ങളുടെ മരണം നീ നന്നാക്കണേ. ഈമാനോടുകൂടിയുള്ള നല്ല മരണം ഞങ്ങൾക്ക് നീ നൽകണേ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം നീ വിശാലമാക്കണേ. അള്ളാഹുവെ, അവരെയും ഞങ്ങളെയും നിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ. അള്ളാഹുവേ, ഞങ്ങളിൽ പലരും പലവിധ അസുഖങ്ങളാൽ പ്രയാസപ്പെടുന്നു, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. നീ പരിപൂർണ ശിഫ നീ നൽകണേ. നീ ആജിലായ ശിഫ നീ നൽകണേ. നീ കാമിലായ ശിഫ നീ നൽകണേ. അള്ളാഹുവെ, ഞങ്ങളെ മാറാവ്യാധി അസുഖങ്ങളെ കൊണ്ട് നീ പരീക്ഷിക്കല്ല. അള്ളാഹു ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് അസുഖം മാറാൻ ദുആ ചെയ്യാൻ വേണ്ടി. അള്ളാഹുവെ, പരിപൂർണ ശിഫ നീ നൽകണേ. ഈ പ്രഭാതത്തിലുള്ള പ്രാർത്ഥന നീ സ്വീകരിക്കണേ. അള്ളാഹുവെ റഹ്മാനെ, ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ. അള്ളാഹുവെ റഹ്മാനെ, ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്, നീ നിറവേറ്റി നൽകണേ. നീ ഹാസിലാക്കി നൽകണേ. അള്ളാഹുവെ, ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കണേ. ഞങ്ങൾക്ക് ദുനിയാവിലും നാളെ ആഖിറത്തിൽ ഉപകാരപ്പെടും നല്ല മക്കളാക്കണേ. അള്ളാഹുവെ, ഞങ്ങൾ പറഞ്ഞതും പറയാത്തതുമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്, നീ സ്വീകരിക്കണേ. നീ ഹാസിലാക്കണേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء
الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون سلام على المرسلين والحمد لله എല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന വസിയത്തോടെ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.